വിവാഹമോചനം നടക്കുന്ന പാവപ്പെട്ട മനുഷ്യ അടുത്തല്ല ഇത്. നല്ല സമ്പന്ന കുടുംബങ്ങളിലും നല്ല ജോലിക്കാരുടെ മക്കൾക്കും നല്ല പിള്ളേർക്കിട്ട് തന്നെയാണ് ഈ സ്പിരിറ്റ്. കാരണം എന്താ, പിള്ളേർ ഈ മൊബൈൽ ഫോൺ ഇരുന്നിട്ട് അങ്ങ് ഇത് കാഴ്ചയാണ്, കണ്ട് ഇതിനകത്തിരിക്കുക. അപ്പനിരുന്ന് കാണുക, അമ്മയിരുന്ന് കാണുക. പറയാൻ കൊള്ളില്ല, എനിക്ക് ഇവിടുന്ന് പറയാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ധ്യാനാവസരങ്ങൾ ആളുകൾ വന്ന് എൻ്റെ അടുത്ത് മനസ്സ് തുറക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് വെറുതെ പറയുന്നതോ കാടടച്ച് വെടിവെക്കുന്നതല്ല. ഇതുള്ള കാര്യം അനുഭവത്തിലൂടെ പറയുന്നത്. പ്രസലോഷ് അണ്ട് ഈ സ്പിരിറ്റാണ് പ്രോബ്ലം. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ക്ഷീണം ഭയങ്കര, നമുക്കൊരു ഭയങ്കര ടയർഡ്നെസ് ഫീൽ, ഉറക്കം, അലസത, ഓർമ്മശക്തി കുറയുന്നു. പിന്നെ നമുക്ക് താല്പര്യം, ബഹുമാനം, ആരോടും ബഹുമാനം ഉണ്ടാകില്ല. റെസ്പെക്റ്റ് ചെയ്യില്ല, ആരും റെസ്പെക്റ്റ് ചെയ്യില്ല. ഒരൊറ്റ പ്രായമുള്ളവരെ കാണുമ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ പിള്ളേരിക്കും. ടെലിവിഷനൊക്കെ അഡിക്റ്റാവും, സീരിയലിനൊക്കെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. അതിനിടയ്ക്ക് തിന്മയ്ക്കുമോ ചിലക്ക് മൃഗങ്ങളെപ്പോലെ ആയിക്കോളും, നായ്ക്കളെപ്പോലെ. അതുകൊണ്ട് ഈ ബൈബിളിൽ നായ്ക്കളും പരിച്ഛേദനവാദികളും വ്യഭിചാരികളും വിഗ്രഹ ആരാധകരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഈ ബൈബിളിൽ നായ്ക്കൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും അത് ഹോമോസെക്സ് സ്പിരിറ്റ്. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ ജോലി സ്ഥലത്തല്ല, ഇവന് പ്രോബ്ലമാണ്. ഇവൻ നിന്നാൽ മതി, അവൻ ആ സ്ഥലത്ത് പോയാൽ ആ ബിസിനസ് നേരെയാവും. എനിക്കതെങ്ങനെ ചില ആൾ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന ആളെ മാറ്റ്, നിങ്ങളുടെ പ്രശ്നം തരും ഞാൻ പറഞ്ഞിടാറുണ്ട്. അപ്പോൾ ഒരാളിനെ മാറ്റി പ്രശ്നവും തിന്നിട്ടുണ്ട്. ഈ സ്പിരിറ്റ് എന്നുള്ള അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്, ഇതൊന്നും ഒത്തിരി മക്കൾ കയറി തലേ കയറി പിടിച്ചിട്ടുണ്ട്. അത് കയറി ചില ഇന്നത്തെ പെൺകുട്ടികൾ അതിശക്തമായിട്ട് നിങ്ങളുടെ വേഷവിധാനവും നടപ്പെടുപ്പും സംസാരവും പ്രാർത്ഥനയോടുള്ള ഇവരുടെ പെരുമാറ്റവും പള്ളിക്കകത്തു നിന്നുള്ള പെറുപിറുക്കലും സംഭവം കാണുമ്പോൾ ഇതൊക്കെ പറ്റില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളതിന്, അതിനങ്ങനെ ചെയ്യാനേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് വിദേശ രാജ്യത്ത് വെച്ചൊരു സംഭവമാണ്, വലിയൊരു സംഭവമാണ് അത്. ഞാനിങ്ങനെ കൗൺസിലിങ്ങിനായിട്ട് എടുത്തിരിക്കുക. അവിടുത്തെ അച്ഛന്മാർ എന്നോട് പറഞ്ഞു, അവിടെ അച്ഛനെ ഒരു വീട്, അവിടെ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരാളുടെ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ലിവിങ് റൂമിൽ എടുത്തിക്കൊണ്ട് അവിടെ ആൾക്കാരെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുക. തൊട്ടടുത്ത വീട്ടിലിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു, എല്ലാം നന്നായിട്ട് അച്ഛന്മാർ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ത്രീ ഒരു 38 40 അത്ര ഇല്ല, അത് സ്ത്രീ, അവർ കല്യാണം കഴിച്ച ഒരു കുട്ടിയൊക്കെ ഉള്ള. അപ്പോൾ അതിങ്ങനെ കെയറിങ് വരുന്നു. ഈ മെയിൻ വാതിലിൻ്റെ അടുത്ത് വരെയും നേരെ പുറകോട്ട് അടിച്ച് കെട്ടിയങ്ങ് വീഴും. അപ്പോഴേക്കും അപ്പോഴത്തേക്കും ആളുകൾ കയറി പിടിച്ചു, പിന്നെ അലറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആളുകൾ മാറാൻ പറഞ്ഞു. യേശു ബന്ധിക്കുമ്പോൾ ഇത് വല്ലാത്ത സംഭവം, ഒരു സ്പിരിറ്റ്. നിർത്തി, ഞാൻ ബന്ധന പ്രാർത്ഥന നിർത്തി. ഞാൻ ശാന്തമായി പരിശുദ്ധമാവേ ആളെ കൺട്രോൾ ചെയ്ത് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധമാവിനെ പിന്നെ അടയാളമൊന്നുമില്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ച. അപ്പോൾ ആളെ ഞാൻ അടുത്ത് വിളിച്ച്, അപ്പോൾ ഞാൻ നേരെ ചോദിച്ചു, do you have any wrong relationship, perverted relationship? Yes, Father. For how many years? For many years. With whom? ഒരു സംഭവങ്ങൾ ഓരോന്ന് വരിക. അവർ കരയാൻ പറഞ്ഞു. എനിക്ക് വരുന്നപ്പോൾ പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചിട്ടോ, അല്ലാണ്ട് സംഭവം പോകില്ല. ഇത് ഇദ്ദേഹത്തെ തീർത്തു, ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ തീർത്തു. ഇദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ട്, മോളിന് രോഗമാണ്, ആ കൊച്ചിലെന്നും രോഗമാണ്. നമ്മളൊന്ന് വിട്, എല്ലാം ശരിയാക്കി കിട്ടുക, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, അല്ലാണ്ട് ശരിയാകത്തില്ല. ദൈവത്തെ നിന്ദിക്കരുത്. അശുദ്ധ പാപം ചെയ്യുന്നവരെല്ലാം ദൈവത്തെ നിന്ദിക്കുന്നവരാണ്. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖത്ത് ചെളിവാറിയിരിക്കുന്നവരാ. അതായത് പടയാളികളുടെ തൊഴിൽ അവൻ ചെയ്യുന്ന, യേശുവിനെ കൽത്തൂണി കെട്ടിയിട്ടിട്ട് ചെമ്മട്ടി കൊണ്ടടിക്കുന്നവരാണ് ഇത്തരം പാപം ചെയ്യുന്നവരെല്ലാം. മാമോദീസായിലൂടെ ഓരോ ക്രൈസ്തവനും ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുക. അവൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ആത്മാവുണ്ട്. അവൻ്റെ അസ്ഥികളിൽ, മാംസത്തിൽ, മജ്ജയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ ഈ പാപത്തിലേക്ക് പോകുമ്പോൾ യേശുവിനെയാണ് വേദനിപ്പിക്കുന്നത്. You are persecuting Jesus Christ. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സാവൂളിനോട് ഈശോ എന്താ പറയുന്നത്? സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? Why are you persecuting me? Why are you persecuting me? Saul, why are you persecuting me? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അല്ല, ഞാൻ എവിടെ വെച്ച് യേശുവിനെ പീഡിപ്പിച്ചത്? ഞാൻ ഒരാളെയല്ല പീഡിപ്പിച്ചത്, അവനെട്ടല്ല അടിച്ചത്, ഇവക്കെട്ടല്ല അടിച്ചത്, ഒരു ക്രിസ്ത്യാനിക്കെട്ടല്ല അടിച്ചത്, അവൾക്കെട്ടല്ല അടിച്ചത്, പിന്നെ എങ്ങനെ യേശു? അതെ, ക്രിസ്ത്യാനികളിൽ യേശു ക്രിസ്തു ഉണ്ട്. Whenever I am committing these sins
fornication, adulterous life and so on. Really I am committing or I am persecuting Jesus Christ. ഞാൻ നശിപ്പിക്കുക, യേശുവിനെ പീഡിപ്പിക്കുക. അതേ മക്കളെ, അത് മനസ്സിലാക്കണം. അത് ക്രിസ്ത്യാനികളെ ബന്ധിച്ച് അവൻ ജയിലിടുമ്പോൾ ഈശോ ചോദിക്കുന്നു, സാവൂൾ സാവൂൾ എന്തിന് നീ എന്നെ പീഡിപ്പിക്കുന്നു? ആരെല്ലാം ഇവിടെ ഇരുന്നുണ്ട് ഈ പാപം ചെയ്യുന്നുണ്ടോ? കൂട്ടായ്മയിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, ദേശത്ത് തിന്മ ചെയ്യുന്നുണ്ടോ? ഓർമ്മിക്കുക. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം, നല്ലൊരു വചന. ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നൊരു വചനം. സർവ്വമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മത്തായി 23-ന്റെ 15, 16, 17 വചനമാണ്. ശരിക്കും അത് 13 മുതൽ വായിക്കണം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നില്ല. അങ്ങനെയുണ്ട്, ചിലരുണ്ട് സുവിശേഷ വേലയ്ക്കൊക്കെ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ നോക്കിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാക്ക്, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവനെ അനുവദിക്കുന്നുമില്ല. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അതേ, അപ്പനാമെ ഉപവാസം നോയമ്പെടുക്കുക. എന്നിട്ട് ഇവനെ അമേരിക്ക, ഇംഗ്ലണ്ട്, ലോകരാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി വിടുക, എല്ലായിടത്തും വിടുക. വചനം പറയുക വീണ്ടും, ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. ഈശോയുടെ വചനം എന്തോ ഒരു ഷാർപ്പ് വചനമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഓടി നടക്കുക. കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വേണ്ടി IVF തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം. നാച്ചുറൽ മെത്തഡോളജിയൊക്കെ വെച്ചിട്ട് IVF എന്നൊന്നും അറിഞ്ഞിരിക്കുന്ന ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ. ഇന്ന് മക്കളില്ലാത്ത പല ദമ്പതിമാരും പോകുന്ന കലാപരിപാടി ഇന്ന് കേൾക്കുന്ന നല്ലതാണ്. അത് കേട്ടിരിക്കുന്നത് നല്ലതാണ്. എറണാകുളത്തുണ്ട്, കേരളത്തിലുണ്ട്, കോട്ടയത്തൊക്കെ ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ചില ക്ലിനിക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു തരുന്ന കാര്യം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാതെ വരുമ്പോഴേക്കും ഇവർ കണ്ടുപിടിക്കുന്ന അടുത്ത പരിപാടിയാണ് ഏതെങ്കിലും ലാബിൽ അവർ പ്രത്യേക ഊഷ്മാവിൽ ഇവർ അണ്ടവും ബീജവും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് സെപ്പറേറ്റ്, അത് പുറത്ത് വെച്ച് സെപ്പറേറ്റ് എടുത്ത് ഇതുകൊണ്ട് സെപ്പറേറ്റ് മിക്സ് ചെയ്തുകൊണ്ട് ഇവരൊരു സംഭവം അങ്ങനെ ഇപ്പോൾ ഒരു 10, 30, 40 എഗ്ഗുകൾ, എംബ്രിയോസ് ഉണ്ടാവും ഇതിനകത്ത്. അതായത് 40 കുഞ്ഞുങ്ങളുണ്ട്, 40 മനുഷ്യ എഗ്ഗ്, മുട്ട പോയി എഗ്ഗുകളുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ 40, 30, 20, 30 ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ ഡോക്ടർ ഇതിന് ഒരെണ്ണം എടുത്തിട്ട് ഈ അമ്മയുടെ വയറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കും, യുട്രസിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ ഇത് വളർത്തിയെടുക്കുന്ന ഒരു കലാപരിപാടിയാണ്. എന്നിട്ട് ബാക്കിയുള്ളതിനെ ആ ഒരു പ്രത്യേക ഊഷ്മാവിൽ, ഒരു ലായനിയിൽ ഇതിട്ടിട്ട് ഇതിങ്ങനെ ഇവരുടെ ഫ്രീസറിൽ ഇവിടെ എടുത്തു വെക്കും. ഫ്രീസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ 10, 20 കുഞ്ഞുങ്ങൾ, ജീവനുള്ള, അസ്തിത്വമുള്ള, കയ്യും കാലും തലയും മൂക്കും എല്ലാം ഉള്ള കുഞ്ഞുങ്ങളെ ഇത് ലാബിൽ എടുത്തു വെച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പം ഡോക്ടർ നോക്കും. അപ്പം ഇത് ശരിയായിട്ടില്ലെന്ന് പറയുമ്പോൾ അതിനെ കൊന്നേക്കാം. വയറ്റിൽ 1 മാസം 2 മാസം വളർന്നപ്പോൾ കണ്ടുപിടിച്ച് കൊച്ചിന് തലയ്ക്കെന്തോ ഒരു പ്രശ്നം, കൈക്കെന്തോ പ്രശ്നം വന്നപ്പോൾ അവർ അതിനെ കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇതിനെ അവർ അബോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന്. പണമായ പിന്നെ ദൈവത്തോട് കോഡ് ചോദിക്കാം അല്ലേ? ചോദിക്കും, നന്നായിട്ട് കോഡ് ചോദിക്കണം. ചോദിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനും സർവശക്തനുമായ ദൈവത്തോട് തന്നെ വേണം നീ കോഡ് ചോദിക്കാൻ. അതിൻ്റെ പരിണിത ഫലം കുറച്ച് കഴിയുമ്പം കാണാം. അതൊക്കെ വിട്. എല്ലാവർക്കും ദൈവം മക്കളെ കൊടുക്കുന്നില്ല. മക്കളെ കിട്ടാത്തൊരു ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, നീ ഞങ്ങളോട് ഇങ്ങനെ ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നത്, അത് സ്വീകരിക്കാനുള്ള സന്തോഷവും തരണേ ദൈവമേ. നീ ഞങ്ങളുടെ കൂടെയുണ്ട്, അത് മതി. അതാണ് ഈശോയുടെ കൂടെ ജീവിക്കുക, ആത്മീയ ശുശ്രൂഷ ജീവിതം നടത്തുക, ഒത്തിരി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ചില കേന്ദ്രങ്ങളുമായിട്ട്, അല്ലാണ്ട് ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ബാക്കി 18 കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇത് ഉണ്ടായിക്കഴിയുമ്പോൾ അതിനെ 18നെയും കൊന്നുകളയും.
ചിലപ്പോൾ ഉണ്ടാകുന്ന സംഭവം വെച്ചാൽ ഈ ഭർത്താവിൻ്റെ ഇത് ബീജവും അണ്ടവും തമ്മിൽ ചേരാതെ വരുമ്പോൾ, ഇത് ബിസിനസ്സല്ലേ, ഇത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് പ്യുവർ ഇൻഡസ്ട്രി. ഇന്ന് ഇൻഡസ്ട്രികളുണ്ട്, അതെല്ലാം ഇൻഡസ്ട്രികളായിക്കൊണ്ട് മാറി. അപകടങ്ങളുടെ കാലഘട്ടം ഇത്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി കമ്പനി രജിസ്ട്രേഷനാണ്. ഹോസ്പിറ്റലിൽ കമ്പനി രജിസ്ട്രേഷനാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് കമ്പനി പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് മാറിയിരിക്കുന്നത് മൊത്തം. അപ്പോൾ ഇത് കച്ചവടം ഒന്നാമത്തെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം അതായി തീർന്നിട്ടുണ്ട്. ആത്മീയ മേഖലയിൽ പോലും കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഭർത്താവിൻ്റെയും ഭാര്യയും ഇതും കൊണ്ട് അണ്ടവും ഉപയോഗിച്ചോ ചേരാതെ നിൽക്കും. അത് പലവിധ കാരണങ്ങളാൽ ചേരാതെ വരുമ്പോൾ ചിലപ്പം, സോറി ടു ടെൽ യു, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള അനുഭവം, ഡോക്ടറിൻ്റെ ബീജം വെച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ബാക്കി ചെയ്തുകൊണ്ട് ഇത് ക്ലബ് ചെയ്യും. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസാണ്. അച്ഛൻ ഇന്ന് പറയാനുള്ളത്, ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധിയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വിശുദ്ധിയുള്ള ഈശോ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു, ആത്മാവ് ഒന്ന് നിറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയുള്ള ഹൃദയങ്ങളും വിശുദ്ധിയുള്ള മനസ്സുകളിലുമാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഓശാന എന്നും ഓശാന, ആരാധന എന്നും ആരാധന, പാപമോചകന് ആരാധന, ആരാധന എന്നും ആരാധന, ജീവന്റെ വചനമേ ആരാധന, ആരാധന എന്നും ആരാധന, കരുണതൻ ഉറവിടമേ ആരാധന, ആരാധന എന്നും ആരാധന, ബന്ധനമഴിക്കും ദൈവമേ ആരാധന എന്നും ആരാധന, ദിവ്യകാരുണ്യത്തിൽ വാഴുന്നവനെ ആരാധന എന്നും ആരാധന, ആരാധന എന്നും ആരാധന, ആരാധന എന്നും മക്കളുടെ കുടുംബങ്ങളെ തകർക്കുന്ന സാത്താന്റെ ശക്തികളോട്, പൈശാചിക ശക്തികളോട്, അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. 1-3-8 ബന്ധിക്കുന്നു. ഒറ്റ വിളി ഈശോയേ വിളിക്കുന്നു, ഈശോയേ വിളിക്കുന്നു, ഒറ്റ വിളി ഈശോയേ വിളിക്കുന്നു. ഈ മക്കളുടെ മേലും, കുടുംബം മുഴുവൻ്റെ മേലും, തലമുറ മുഴുവൻ്റെ മേലും, ദേശം മുഴുവൻ്റെ മേലും പ്രവർത്തിക്കുന്ന സാത്താന്റെ മുഴുവൻ ശക്തികളോടും, പാപശക്തികളോട്, രോഗശക്തികളോട്, തകർച്ചകളുടെ ശക്തികളോട്, പൈശാചിക ബന്ധനങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ഉദ്ധിതനായ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള ഓരോ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന രോഗപീഠകളോട്, തടസ്സങ്ങളോട്, പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. 1-3-8 മെസ്സേജ് 22-22 ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു. ഒറ്റ വിളിശോയേ. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികള്, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികള്, അഹങ്കാരം, ഞാനെന്ന ഭാവം, ധനാസക്തി, ഇവയ്ക്ക് അടിമപ്പെട്ട മക്കള്, ശരീരത്തിന്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട മക്കള്, കണ്ണുകളുടെ ആസക്തികൾക്ക്, ദുരാശകൾക്ക് അടിമപ്പെട്ട മക്കള്, ചെവികളുടെ ദുരാശകൾക്ക്, മനസ്സിന്റെ ദുരാശകൾക്ക് അടിമപ്പെട്ട മക്കള്, ആ മക്കളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാ അഗ്നിയെ പെയ്തിറങ്ങട്ടെ. ഒറ്റ വിളിശോയെന്ന് വിളിക്കുന്നു. ബുദ്ധിയിലെ അന്ധകാരം, യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, അഹങ്കാരം, ആത്മീയ അഹങ്കാരം, ഈ തിന്മയുടെ അരുവികളെ 2 കോറിന്ത്യർ 4:4 Efesos 6:12 ഒറ്റ വിളിശോയെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസറുകൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, മെന്റൽ രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, തകർച്ചകൾ ഇവയെ മുഴുവനോട് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ 1-3-8 ബന്ധിക്കുന്നു, 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 ബന്ധിക്കുന്നു. ഒറ്റ വിളിശോയേ, ഈശോയെ വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ.
കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കട്ടെ. പോരാ, ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. ഉച്ചത്തിൽ ഈശോയെ ഈശോ 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 വിളിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ. യേശുവേ